ശബരിമലയിലെ സ്വർണ്ണമോഷണം അതിൻ്റെ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ കേട്ടോ. നമ്മൾ പണ്ട് പറയുമല്ലോ ഏത് കാര്യത്തിലും അതിൻ്റെ ചെമ്പ് തെളിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സത്യം വെളി വരുമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇപ്പം ഇങ്ങനെ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുത്തൻ അവൻ ചെയ്തു വച്ചേക്കുന്ന കൊള്ളയുണ്ടല്ലോ, അവനെ മുൻനിർത്തി അയാൾ എടുത്തൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞൂടാ. അയാളായിരിക്കണമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അയാളല്ല മാത്രമല്ല ചെയ്തേക്കുന്നത്, അയാളോടൊപ്പം എല്ലാവരും ഉണ്ട്. ഈ നേരത്തെ ഇരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് 2019 ശ്രീ പത്മകുമാർ, അയാൾ പറയുന്നത് ഞാൻ കേട്ടു. അത് ചെമ്പുപാളി തന്നെ ആയിരുന്നു ദ്വാരപാലകർക്ക് ഉണ്ടായിരുന്നത്. അയാളൊക്കെ തീരുമാനിച്ച് ചെമ്പുപാളിയായിരുന്നു. അയാൾ ദേശാഭിമാനി പത്രം, അവരുടെ പത്രമാണല്ലോ, ഒന്ന് വായിച്ചു നോക്കട്ടെ. അന്നത്തെ പത്രം, അന്നത്തെ ദേശാഭിമാനി പത്രത്തിലും മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലും ഏതിനൊക്കെ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു എന്ന് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ദ്വാരപാലകന്മാർക്ക് സ്വർണ്ണപ്പാളി പൊതിഞ്ഞത് കാണാം. സ്വർണ്ണപ്പാളി പൊതിഞ്ഞെന്ന് മാത്രമല്ല, എത്രയെന്നറിയേ, 7 ലെയറാണ് പൊതിഞ്ഞേക്കുന്നത് ഒരെണ്ണത്തിന്. 7 ലെയർ സ്വർണ്ണപ്പാളി. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം അതേപോലെ പരത്തി റെഡിയാക്കി പേപ്പറിൻ്റെ കനത്തിലാക്കുകയാണ്. എന്നിട്ട് ആ പേപ്പറിൻ്റെ കനത്തിലുള്ള സ്വർണ്ണപ്പാളി 7 ലെയർ പൊതിഞ്ഞേക്കാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് ഒരാൾ പറഞ്ഞ എത്ര എന്നറിയോ അതിൻ്റെ, അതായത് ഇതിൻ്റെ അപ്രൈസർ അത് പറഞ്ഞത് കേട്ടു. സെന്തിൽ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഇപ്പോൾ മലയാളിയല്ല, ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്, ഇവിടെ താമസിക്കുന്നത് തമിഴ്നാട്ടുകാരനാണ്. അയാളാണ് ഇത് പരിശോധിച്ചത്. വിജയമല്യ ഇത് കൊടുത്തപ്പോൾ വിജയമല്യ കൂടുതൽ സ്വർണ്ണം കൊടുത്തേ, അതായത് 30 കിലോ സംതിങ്, 30 കിലോ എങ്ങാണ്ട് മതി മൊത്തത്തിനൂടെ ഈ സ്വർണ്ണപ്പാളി പൊതിയാനായിട്ട്. അപ്പോൾ അത് എന്നിട്ട് അതിൽ കൂടുതൽ സ്വർണം, അത് 24 ക്യാരറ്റ് സ്വർണം സ്വിറ്റ്സർലൻഡിൽ നിന്ന്, അതാണ് നമ്മളത് നോക്കുമ്പോൾ അറിയാം, സൂയിസ് എന്ന് എഴുതിയേക്കും. അത് എന്ന് വെച്ചാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സ്വർണം കിട്ടുന്നത്, ഗോൾഡ് കിട്ടുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ബാർ വരുന്നത്. അവിടുന്ന് ഇറക്കുമതി ചെയ്ത സ്വർണമാണ് ഈ വിജയമല്യ ഇത് കൊടുത്തത്. വിജയമല്യക്ക് ഇത് വലിയ പ്രശ്നമല്ലല്ലോ, കാരണം കണ്ടോൻ്റെ പൈസ അല്ലേ, ജനങ്ങളുടെ പൈസ മൂട്ടിച്ച് വെച്ചേക്കാം. അവനെ അതിൽ നിന്ന് ഇഷ്ടമാതിരി എടുത്ത് ചിലവാക്കാമല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് കൊടുത്തു കഴിഞ്ഞ് അത് 1998 99 പണി തീരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അത് പരിശോധിച്ചപ്പോൾ കറക്റ്റായിട്ട് സ്വർണ്ണമൊക്കെ ദ്വാരപാലകന്മാർക്കും അതുപോലെ എല്ലാത്തിനും അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഇടയ്ക്ക് മാത്രം ഒരു ചോർച്ച മേൽക്കൂരയിൽ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ അത് മാത്രം മാറ്റാനായിട്ടാണ് ഒരു പണി വേണ്ടി വന്നത്. ഈ സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താ ശ്രദ്ധിക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സ്വർണം ഏറ്റവും ബലമുള്ള ലോഹമാണ് സ്വർണം, വളരെ വലിയ ബലമാണ് ഈ സ്വർണത്തിന്. പിന്നെ ഈ സ്വർണം എന്ന് പറയുന്നത് തുരുമ്പിക്കത്തില്ല, അത് സ്വർണത്തിൻ്റെ നിറം പോകത്തില്ല, സ്വർണത്തിന് ഒന്നും സംഭവിക്കത്തില്ല എത്ര വർഷം കഴിഞ്ഞാലും. അപ്പം 1999 മുതൽ 2019 വരെ ഇതൊരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നല്ലോ. എത്ര വർഷമാണ്? എന്നിട്ട് അതിന് ശേഷം ഇത്രയും വർഷങ്ങൾ, അതായത് 1999 മുതൽ ഏതാണ്ട് നോക്കുമ്പോൾ ഏതാണ്ട് 20 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ ഈ സാധനം അവിടെ ഇരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഇത് ഓരോ ആളുകൾ പിടിച്ച് താഴെ ഓരോരുത്തർ പിടിച്ച്, ഭക്തന്മാരും ഒക്കെ ഓരോരുത്തർ പിടിക്കുന്നതാണ്, പിടിച്ച് അതിൻ്റെ അവിടുത്തെ ഏതാണ്ട് കുഴപ്പമായിപ്പോയി, അവിടെ ഇച്ചിരി കറുത്തു പോയെന്ന്. സ്വർണം കറക്കത്തില്ല, ഈ പറയുന്നവന്മാരുടെ മനസ്സാണ് കറുത്തത്, അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണമൊന്നും ഒരിക്കലും കറക്കത്തില്ല, ശരിയായ സ്വർണ്ണമാണ്. അത്ര 24 ക്യാരറ്റ് സ്വർണ്ണമാണ്, ഒന്നും സംഭവിക്കത്തില്ല അതിന്. അത് യഥാർത്ഥത്തിൽ വേണ്ടത് അതിൻ്റെ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അതിന് പകരം എന്താ ചെയ്തെന്നറിയോ, ഇപ്പം പത്മകുമാർ പറഞ്ഞു ചെമ്പുപാളിയായിരുന്നു, സ്വർണ്ണപ്പാളിയൊന്നുമില്ല, ദ്വാരപാലന്മാർ ചെമ്പ് തന്നെയാണ്, അയാളങ്ങ് തീർത്തു. ഇപ്പം അതിൻ്റെ പുറയിലുള്ള കള്ളൻ ആരാണെന്നുള്ളത് മനസ്സിലായല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഇതുവരെയും കേസെടുക്കാത്തത്. അയാൾ ക്രിമിനൽ കുറ്റമാണ് നടത്തിയേക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ എടുത്ത സുവമോട്ടോ ആയിട്ടെടുത്ത ഒരു നടപടിയാണ് ഉള്ളത്. ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. ദേവസ്വം വിജിലൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ അവർ അന്വേഷിക്കുമോ? അവരെന്തെങ്കിലും ചെയ്യുമോ? അതിരിക്കുന്ന ഉദ്യോഗം അവർക്ക് വെറും ഇട്ടവട്ടത്തിൽ കിടന്നവർ കറങ്ങത്തേ ഉള്ളൂ. ക്രിമിനൽ ഒഫൻസ് അവർക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഈ ക്രിമിനൽ കുറ്റം നടത്തിയേക്കുന്നത് മോഷണമാണ് യഥാർത്ഥത്തിൽ. ഇത് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടിയുള്ള മോഷണം.
ആ മോഷണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് പകരം ഈ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. ഇവർ ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണമൊന്നും നടത്തത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ധൈര്യമായിട്ട് അയാൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നുണ്ടോ? അയാൾ മൊത്തം നിഷേധിച്ചേക്കാണ്. അയാൾ പറഞ്ഞ അയാളെ വ്യാപകമായിട്ട് പണപ്പിരിവ് നടത്തി എന്നിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും കൊണ്ട് നടന്ന്. കാരണം ഇയാളെ ആരാ ഇതിനൊക്കെ ചുമതലപ്പെടുത്തിയത്? ഇയാളുടെ കയ്യിൽ ഇത് യഥാർത്ഥത്തിൽ ആ മാനുവലൊക്കെ അനുസരിച്ച് ദേവസ്വത്തിലെ ഇതുപോലെ ആ ക്ഷേത്രത്തിലെ ഇതിനെന്തെങ്കിലും ഒരു കേടുപാടുകളുണ്ട്, ഒരു റിപ്പയർ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ ആ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ നടത്തണം. അതാ വേണ്ടത്. അതും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി പകൽ വെളിച്ചത്തിൽ നടത്തണമെന്നാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇതിങ്ങനെ ചെയ്യണം. അതൊക്കെ എന്തിനാണെന്നറിയോ അങ്ങനെ ചെയ്യുന്നത്? ഇത്രയും വിലപിടിപ്പുള്ള വസ്തു വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതെന്താണെന്നറിയോ? ഇത് അപ്പോൾ ചെമ്പ് പാളി ഇത് കൊണ്ടു കൊടുത്ത് 39 ദിവസം എടുത്തു ഈ സാധനം അവിടെ കൊണ്ട് കൊടുക്കാൻ കേട്ടോ. ഈ ചെമ്പ് പാളി കൊണ്ടു കൊടുക്കാൻ കാര്യം എന്താണെന്നറിയോ? ഈ അഴിച്ചെടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ, ഇതേ രൂപത്തിൽ ഈ സാധനം ഡൂപ്പ് ഉണ്ടാക്കണം. അതിനിച്ചിരി സമയമെടുക്കും. അത് പണിഞ്ഞാണ് കൊണ്ട് എന്നിട്ട് ഈ കമ്പനി കൊണ്ട് കൊടുത്തത് സ്വർണം പൂശാൻ. അല്ലെങ്കിൽ ഈ സ്വർണം ഇതിനകത്ത് സ്വർണ്ണപ്പാളി, അതും മാത്രം ഇലക്ട്രോപ്ലേറ്റിങ്ങാണ് പിന്നെ നടത്തുന്നത്. സ്വർണ്ണപ്പാളി പോയി എടുത്തുകൊണ്ട് പോയി, എവനൊക്കെ എടുത്തുകൊണ്ട് പോയി തിന്നു സ്വർണ്ണപ്പാളി. ഇത് എന്നിട്ട് അതിന് പകരം അതിനകത്ത് സ്വർണം പൂശുകയാണ്. അയ്യപ്പനോട് ചെയ്യുന്ന ആ ദ്രോഹം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഭഗവാനാണ്, ഒരുപാട് അത്രയും വലിയ ഒരു ആരാധനാമൂർത്തിയാണ്. ആ ദൈവത്തോട് ചെയ്യുന്ന ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് ദൈവവിശ്വാസം ഉണ്ടെങ്കിലല്ല ഇത് വരുള്ളൂ. വിശ്വാസം ഇല്ലെങ്കിൽ എന്തുവാ? ദൈവത്തിന് ഇതിനാ സ്വർണം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഇവന്മാരൊക്കെ കൂടെ വിചാരിക്കും. അതാണ് നടന്നേക്കുന്നത്. മുഴുവൻ വലിയ കൊള്ളയല്ലേ നടന്നേക്കുന്നത്. എന്നിട്ട് എന്താ, ഇത് കൊണ്ടുപോയി ഇത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ. അവിടെ കൊണ്ടുവന്നു പ്രദർശിപ്പിച്ചു. അവിടെ നിന്ന് പൈസയൊക്കെ പിരിച്ചു. ഹൈദരാബാദിലോ എവിടെ കാണുന്നിടത്തെല്ലാം അവൻ കൊണ്ടുപോയി ഇതെല്ലാം പ്രദർശിപ്പിച്ച് ഇഷ്ടം പോലെ പണവും വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയാം, ആരെങ്കിലും എനിക്ക് പണം തന്നൊന്ന് പറയട്ടെ. എളുപ്പമല്ലേ പറയാൻ? എന്തിന്? നമ്മുടെ സിനിമാ നടൻ ജയറാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ ഇത് കൊണ്ടുപോയി വെച്ച് പൂജിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇപ്പം അതിന് പറയുന്നേ, അത് പടത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഉണ്ടല്ലോ സംഭവം ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പറയുന്നത് എന്തോന്നറിയോ? ഇവന് വിശ്രമിക്കാൻ കയറിയാണ് അവിടെ. ജയറാമിൻ്റെ വീടിൻ്റെ വഴിയമ്പലമാണോ വിശ്രമിക്കാൻ ആൾക്ക്? അതാ കാര്യം. ഞാൻ ചെന്നൈ പോയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും ഞാൻ ജയറാമിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ കയറിയിട്ടില്ല. ഇയാൾക്ക് വിശ്രമിക്കാൻ ജയറാമിൻ്റെ വീട്ടിൽ കയറണം. അത് കയറി. അല്ല വേറെ ഒന്നും നടന്നിട്ടില്ല. അവിടെ കൊണ്ടുവച്ച് പൂജിച്ചു. അത് എന്നിട്ട് ഞാൻ ജയറാമിൻ്റെ ഇന്ന് പൈസ വല്ലതും വാങ്ങിച്ചെന്ന് പറയട്ടെ. അത് ജയറാം ജയറാം കാണിക്ക കൊടുത്തു എന്നുള്ളതാണ്. ആ കാണിക്ക എന്നൊക്കെ പറയുന്നത് എത്ര ലക്ഷം രൂപ എന്നിനും ജയറാമിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞേക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ സംഭവം ഇതുപോലെ നാട് നീളെ ഇത് കൊണ്ട് നടക്കുകയാണവൻ. ഇതിനൊക്കെ ഉള്ള അനുവാദം ഇയാൾക്ക് ആര് കൊടുത്തു? എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ സ്ത്രീകൾക്ക് ഇതൊക്കെ ഒന്ന് കാണണ്ടേ? അതിന് ഇയാൾ സ്ത്രീകളെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അതാണ്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ആചാരലംഘനമല്ലേ? അയ്യപ്പൻ്റെ ഇതേപോലെയുള്ള ശ്രീകോവിലിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ദ്വാരപാലക ശില്പം ഇത് കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കുക, അത് സ്ത്രീകളെ കൊണ്ടുനടന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അതും തെറ്റല്ലേ? ആചാരലംഘനമല്ലേ? അപ്പം ഇത് ആചാരലംഘനമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇയാളുടെ പേര് എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? ഇയാളുടെ പേര് കേസ് എടുക്കാൻ ഒക്കത്തില്ല ഉമ്മാർക്ക്. കാരണം ഇത് അറിഞ്ഞുകൊണ്ട്, അതാ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്രയൊക്കെ സ്വർണം അതിൽ നിന്ന് പോയി എന്നുള്ളത്, അടിച്ചു മാറ്റിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ പൊതിയാൻ ഉപയോഗിച്ച ബാക്കി അതെല്ലാം മിക്കവാറും മുഴുവൻ ഇത് അടിച്ചു മാറ്റി കാണും. എന്നിട്ട് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് എന്നിട്ട് 3.9 ഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചേക്കുന്നത്. 3.9 ഗ്രാം സ്വർണം. അതായത് 5 കിലോ സ്വർണത്തിൽ കൂടുതൽ ഉപയോഗിച്ച് 7 പാളി വെച്ച് പൊതിഞ്ഞ ഈ സാധനത്തിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 5 കിലോ സ്വർണം എടുത്തുകൊണ്ട് പോയാൽ രൂപ എത്ര കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കോടികളല്ലേ, എത്രയോ കോടികൾ. അപ്പം അത് എല്ലാം എടുത്ത് തിന്നിട്ടാണ് ഇതിനകത്ത് കുറച്ച് സ്വർണം പൂശി, അതായത് ഇലക്ട്രോപ്ലേറ്റിങ് നടത്തിയാൽ അത് കൂടുതൽ നിൽക്കത്തില്ല. അത് പിന്നെ കാരണം എന്താണെന്നറിയോ? യവന്മാർക്ക് ഇതിൻ്റെ മറവിൽ വീണ്ടും അഴിക്കാം.
അതിൻ്റെ മേളിൽ വീണ്ടും ഇത് കൊണ്ടുപോയി അതിനങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഇയാൾക്ക് കൊണ്ടുനടന്ന് പിരിക്കാം. അതാണ് ഈ 2019 കൊണ്ട് ഈ 2025 ഇതും അഴിച്ച് ഇവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇയാളത് ആരാണ്? ഇയാൾക്ക് ഇതിന് എന്ത് ചുമതലയുള്ള, ഇയാൾക്ക് എന്താ ഔദ്യോഗിക പദവിയുള്ളത്? ഒന്നുമില്ല. പക്ഷേ അയാളുടെ കാര്യമെന്ന് പറഞ്ഞാൽ അയാൾ ഈ ദേവസ്വം ബോർഡിലെ അതിൻ്റെ അംഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡൻറ്റുമായിട്ടൊക്കെ വലിയ അടുപ്പവും വളരെ നല്ല കൂട്ടുകെട്ടുമാണ്. കാരണം മോഷണത്തിന് എല്ലാവരും കൂടെ കൂട്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. ഇത് മോഷണത്തിന് കൂട്ടുനിന്നതാണ്, നമുക്ക് മനസ്സിലാക്കണം. ചെമ്പുപാടിയായിരുന്നു അവിടെ എന്ന് പറയുന്ന ആളെ മുതൽ ഒന്ന് നോക്കണം. 2019 മുതലുണ്ടായിരുന്ന എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേര് കേസെടുക്കണം. അതാ വേണ്ടത്. കേസെടുക്കണം, അന്വേഷിക്കണം. അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാളുടെ സഹായി വാസുദേവൻ അയാളുടെ അളിയനാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ശരി, ഇവരുടെ എല്ലാം ഇനി ഇത് കൊണ്ട് മോഷണം മുതൽ സൂക്ഷിച്ചിരുന്ന വീട് ഇയാളുടെ പെങ്ങളാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അപ്പം ഇത് അയാളുടെ അമ്മ സുഭദ്രാമ്മ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇത് ഈ പാർട്ടിസിപ്പേറ്റ് ക്രിമിനൽസ് ആണ്. അതായത് ഈ ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളികളാണ്. പക്ഷേ ആരുടെയെങ്കിലും പേർക്ക് കേസെടുക്കുന്നുണ്ടോ? അന്തസ്സായിട്ട് നടക്കല്ലേ ഇപ്പോഴും? ഇത്രയും പുറത്ത് വന്നതിന് ശേഷം പോലും അയാൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ? അയാൾ നിഷേധിക്കുകയാണ്. ഞാനെല്ലാം എളുപ്പമല്ലേ പറയാൻ നിഷേധിക്കുന്നതെന്ന്. 30 കോടി രൂപയുടെ ബിസിനസ്സാണ് അയാൾ, അതായത് വസ്തു ഇടപാടാണ് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് ചെയ്തേക്കുന്നത്. ഇയാൾക്ക് ഈ പണം എഴുതുന്നതാണ്. എന്താണ് ഇയാളുടെ വരുമാന സ്രോതസ്? ഇതൊന്നും മനസ്സിലാക്കണ്ടേ? ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് അയ്യപ്പ ഭഗവാനെ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ നമുക്ക് കാണേണ്ടത്. അതാണ് വന്നേക്കുന്നത്. അത് ഇയാൾ മാത്രമൊന്നും അല്ല, ഇയാളുടെ കൂടെ ഇവന്മാരെല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ കേസെടുക്കാത്തത്. സർക്കാർ കേസ് മാത്രമല്ല, ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച്, ഇവിടുത്തെ ക്രൈംബ്രാഞ്ചും പോലീസും ഒന്നും അന്വേഷിച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇതിൻ്റെ പുറകിലുള്ള ആളുകളുടെയും ഒന്നും പേര് കേസെടുക്കാൻ പറ്റത്തില്ല, അന്വേഷണവും നടക്കത്തില്ല. ഈ കേസ് സർക്കാർ CBIക്ക് വിടണം നിർബന്ധമായിട്ട്. CBI അന്വേഷിക്കട്ടെ. കാരണം ഇത്രയും വലിയൊരു ക്ഷേത്രം ജനങ്ങളുടെ എല്ലാം, അതായത് ഈ ഇന്ത്യയിൽ നിന്ന് ആകമാനം ജനങ്ങൾ വരുന്ന ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ അമ്പലത്തിൽ കാണിച്ചേക്കുന്ന ഈ വൃത്തികേടുകൾ ഇത് പുറത്തോട്ട് കൊണ്ടുവരണ്ടേ? അത് അത്രയും പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. ഇത് CBI തന്നെ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ ഈ ചെമ്പ് വീണ്ടും വീണ്ടും തെളിയും കേട്ടോ. അതാ വേണ്ടത്.